സിനിമയെ പറയാമോ? വളരെ നല്ല സിനിമയായിരുന്നു, ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ വർഷം ഇതൊരു എന്താ പറയുക, ഭയങ്കര നല്ലൊരു സിനിമ കണ്ടുകൊണ്ട് 101% എൻ്റർടൈൻമെൻറ്റ്. വളരെ ഇഷ്ടപ്പെട്ടു. ബേസിലും അമ്പാനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? പ്രത്യേകിച്ച് ചോദിക്കാറുണ്ടോ? സജിൻ, ബേസിലെ, ലിജോ, എല്ലാവരും. ആനന്ദ് ബസ് പെർഫോമറാണ്, ഭയങ്കര രസമുണ്ടായിരുന്നു. എല്ലാവരും നന്നായിട്ടുണ്ട്. ബേസിൽ അവിടെ പെറ്റായി. ഓക്കെ, അതിനകത്ത് കണ്ടിരിക്കുന്നത് ഫസ്റ്റ് ആൾക്കാർ തിയേറ്ററിൽ തന്നെ വന്ന് മാക്സിമം തിയേറ്ററിൽ തന്നെ വന്ന് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. ബേസിലും അമ്പാനൊക്കെ ഉണ്ടായിരുന്നു? അടിപൊളി എല്ലാവരും മസ്റ്റായിട്ട് തിയേറ്ററിൽ തന്നെ വന്ന് മസ്റ്റായിട്ട് വന്ന് കാണാൻ ശ്രമിക്കുക. ഈ സിനിമയിൽ ഒരു ഭാഗമാകാൻ പറ്റിയതിൽ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയാണ്, നല്ലോണം. എങ്ങനെയുണ്ടായിരുന്നു? കഥയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? കഥ എങ്ങനെയുണ്ടായിരുന്നു? സ്റ്റോറി ചെറുപ്പം നല്ല. അപ്പോൾ അഭിനയം ബേസിലും ഇവരൊക്കെ എങ്ങനെയുണ്ട്? സൂപ്പറായിരുന്നു. എങ്ങനെയുണ്ട് പടം? നമ്മൾ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് എല്ലാവരും കാത്തിരുന്നാണ് നമ്മുടെ ബേസിൽ ജോസഫും അമ്പാനും തമ്മിലുള്ളൊരു കോമ്പിനേഷൻ. ആ പോസ്റ്റേഴ്സ് കണ്ടപ്പോൾ നമ്മൾ അവൈറ്റിംഗ് ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ നോവലിനെ കുറിച്ചും ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ഒരുപാട് ചർച്ചകളുണ്ട്. പിന്നെ 3-4 ചെറുപ്പക്കാർ എന്നുള്ള നോവലിൻ്റെ അഡാപ്റ്റേഷനാണ് ഈ സിനിമ. ആ നോവൽ ഞാൻ വായിച്ചിട്ടില്ല, പക്ഷേ നല്ല രസകരമായ ഒരു സിനിമ. ഒരു സാധാരണക്കാരൻ്റെ ജീവിതം എങ്ങനെയായിരിക്കും എന്നുള്ള ബേസിൽ ഇതുവരെ ചെയ്ത റോള് ഒരുപക്ഷെ ഫാനിമിയിലൊക്കെ കുറച്ചുകൂടി ഇങ്ങനെ ഡൗൺ ടു എർത്തായിട്ട് കുടുംബ ബന്ധങ്ങൾ കാണിച്ച പോലെ തന്നെ ഇതിൽ സാധാരണക്കാരൻ്റെ ലൈഫ് എങ്ങനെയായിരിക്കും, ഓരോ ദിവസവും അയാൾ നേരിടുന്ന ഫൈറ്റ്. ഈ സിനിമയിൽ തന്നെ ബേസിൻ്റെ ക്യാരക്ടർ പറയുന്നുണ്ട്, നമ്മൾ പിന്നെ ഉള്ള സമയത്ത് എൻജോയ് ചെയ്യുക, ഇല്ലാത്ത സമയത്ത് പോരാട്ടമാണെന്നുള്ളത്. അതുപോലെ തന്നെ അത് തന്നെയാണ് ഈ സിനിമയുടെ ഒരു മോട്ടോ. ഒരു സാധാരണക്കാരൻ്റെ ഒരു മിഡിൽ ക്ലാസ് കാരൻ്റെ ലൈഫ് എങ്ങനെയായിരിക്കും, ഒരു സ്ട്രഗിളിലൂടെ പോവുക, കിട്ടിയ ഗ്യാപ്പിൽ എൻജോയ് ചെയ്യുക, അത് വളരെ രസകരമായിട്ട് ഈ സിനിമ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഈ സിനിമയ്ക്ക് പൊന്ന്, സ്വർണം എങ്ങനെയാണ് കുടുംബ ബന്ധങ്ങളുടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്, അതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്, റിലേഷന് ഇമ്പോർട്ടൻസ് കുറയുന്നത്. ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ നല്ല രസകരമായിട്ട് സിനിമ പിന്നെ ഇതായിട്ടുണ്ട്. പിന്നെ ഇതിൽ അണ്ടർലൈൻ ആയിട്ട് ഭയങ്കര ശരിക്കും അത് പറഞ്ഞാൽ സ്പോയിലർ ആവുന്ന രീതിയിലുള്ള ഒരു ലവ് സ്റ്റോറി കൂടിയുണ്ട്. അത് വളരെ രസകരമായിട്ട് വന്നിട്ടുണ്ട് സിനിമയിൽ. പറയാതെ പറഞ്ഞൊരു പ്രണയവും എല്ലാം കൊണ്ടും നല്ല രസകരമായിട്ടുള്ള ഒരു തിയേറ്റർ വാച്ചാണ്. സിറ്റുവേഷണൽ കോമഡികളുണ്ട്, കോമഡിക്ക് വേണ്ടിയുള്ള കോമഡികളില്ല. പിന്നെ നല്ല അണ്ടർഡോഗ് സ്റ്റോറി എല്ലാവർക്കും നമുക്ക് ഇഷ്ടപ്പെടും. സാധാരണക്കാരൻ ഉയർന്നു വരുന്ന അയാൾ ഫൈറ്റ് ചെയ്ത് വിജയിക്കുന്ന സ്റ്റോറികൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ സിനിമ കാണാം. ഒരു മോട്ടിവേഷണൽ സ്റ്റോറി പോലെയാണ് സിനിമ ഫീൽ ചെയ്യുന്നത്. ഇങ്ങനെ തന്നെയാണ് നമ്മുടെ നാട്ടിൽ കല്യാണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നടന്ന ഒരു കഥയാണ്. അത് വളരെ നല്ല രീതിയിൽ അത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഡയറക്ടർ ജ്യോതിശങ്കർ ആദ്യമായിട്ട് സംവിധാനം ചെയ്തതാണ്. ആദ്യമായിട്ട് സംവിധാനം ചെയ്ത ടീമല്ല. തുടക്കം മുതൽ ഒടുക്കം വരെ ഒരു മുഖ്യധാരയിലുള്ള ഡയറക്ടർ സംവിധാനം ചെയ്യുന്ന അതേ രീതിയിൽ തന്നെയാണ് ഒരു പ്രേക്ഷകനെന്നുള്ള നിലയിൽ നമുക്കത് ചെയ്യുന്നത്. വളരെ സന്തോഷം. എനിക്കും അതിലൊരു ഭാഗമാകാൻ പറ്റും. ചെറിയ സീനിൽ ഞാൻ നോർമലി ബേസിൻ്റെ ഒരു ക്യാരക്ടറിൽ കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. വാച്ച് ചെയ്യേണ്ട മൂവിയാണ്. നിങ്ങൾ OTT വേണ്ടി വെയിറ്റ് ചെയ്യരുത്. ഉറപ്പായിട്ട് നിങ്ങൾക്ക് നഷ്ടം വരുത്തില്ല. അത്രയേ ഉള്ളൂ പറയാൻ. ഞങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്യണം, ഫീഡ്ബാക്ക് അറിയിക്കണം. താങ്ക് ഒരു സമയത്ത് ഞങ്ങളും ഉണ്ടായിരുന്നു അവിടെ. അപ്പം നമുക്ക് അങ്ങനെ കാണുമ്പോൾ നമ്മൾ സ്ക്രീനിൽ വന്ന് കാണുമ്പോൾ എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. എൻ്റെ മോളുടെ ഫസ്റ്റ് മൂവിയായിരുന്നു അത്. നമുക്ക് ഹസ്ബൻഡും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരെയും കൂടെ കണ്ടപ്പം നമുക്കും ഒരു ത്രില്ലായിരുന്നു. ഇത് കാണുന്ന പറഞ്ഞ് എപ്പോൾ ഇറങ്ങും നമുക്ക് ഏതൊരു കാറ്റഗറിയിൽ ആൾക്കാർക്ക് വന്നിട്ടും കാണാൻ പറ്റുന്ന ഫാമിലി. നല്ല സൂപ്പർ മൂവി, ഒരു രക്ഷയില്ല. നല്ല അടിപൊളി സ്റ്റോറിയാണ്, നല്ല അടിപൊളി കാസ്റ്റിംഗ് ആണ്, എല്ലാം കൊണ്ടും നല്ല ഒരു പെർഫെക്റ്റ് മൂവി എന്ന് തന്നെ പറയാം. ഈ 2025 ജനുവരിയിൽ ഇറങ്ങിയതിൽ ഏറ്റവും നല്ല പടം. ഒരു എന്താ പറയുക, ഒട്ടും ലാഗില്ലാതെ നമ്മൾ ഒരുപാട് ചിന്തിപ്പിക്കാനും ചിരിക്കാനും ഇമോഷണലി ആണെങ്കിലും എല്ലാം കൊണ്ടും നല്ല അടിപൊളി പടം. അതിൽ മെയിനായിട്ട് പറയുന്നത് സ്ത്രീക്ക് പൊന്നല്ല, ഇത് ജീവിക്കാൻ പൊന്നു വേണ്ട. അതിന് പ്രധാനം വേണ്ടത് പിന്നെ ഇത് തന്നെ, സ്ത്രീയാണ് ധനം, അല്ലാതെ പൊന്നല്ല. എല്ലാം കൊണ്ടും നല്ല അടിപൊളി. ഇപ്പോൾ അതിൽ കാസ്റ്റിംഗ് ആണെങ്കിൽ നമ്മളെ അമ്പാൻ്റെ മരിയാൻ സജിൻ അടിപൊളി, ഒരു രക്ഷയില്ല. പുള്ളിയുടെ നല്ല സൂപ്പർ പെർഫോമൻസാണ്. അതുപോലെ തന്നെ ബേസിൻ്റെ ആണെങ്കിലും ഒരു ഇമോഷണലി പെർഫോമൻസൊക്കെ നമുക്ക് നല്ല ടച്ച് ചെയ്തിട്ടുണ്ട്. നല്ല മൂവിയാണ്, കണ്ടിരിക്കാം. ഒരു ഫാമിലി മൂവി എന്ന് തന്നെ പറയാം. നല്ല മൂവി.